കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഈ രാജ്യത്തെ ദേശവിരുദ്ധരുടെ നെഞ്ചിലേറ്റ ഒരു ഇടിത്തീയാണ്. നമുക്കറിയാം, പാറ്റാ പാർട്ടി ആരംഭിച്ച സമരം, അവരുടെ ഒരു ആവശ്യം വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണം എന്നായിരുന്നു. അത്ര വലിയ ഗൗരവമൊന്നും കൊടുത്തില്ല. പ്രതീക്ഷിച്ചതുപോലെ വലിയ ആൾക്കൂട്ടമൊന്നും അതിനെ സപ്പോർട്ട് ചെയ്യാനെത്തിയില്ല. അങ്ങനെയിരിക്കെ വിദേശത്തുനിന്നുള്ള തൻ്റെ സുഖവാസ ജീവിതമെല്ലാം കഴിഞ്ഞെത്തിയ രാഹുൽ ഗാന്ധി ഈ സമരപ്പന്തലിൽ വരികയും കോൺഗ്രസ്സുകാരെല്ലാം കൂടെ കുറേ അവിടെ തടിച്ചു കൂട്ടുകയും ഒക്കെ ചെയ്ത് ഏറെക്കുറെ എന്തൊക്കെയോ ചില ശബ്ദകോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കി സ്വല്പം കഴിഞ്ഞ് രാഹുൽ ഗാന്ധിയും അവിടുന്ന് സ്ഥലം കാലിയാക്കി, പ്രിയങ്കാജിയും പോയി, എല്ലാവരും പോയി. ഇന്ത്യയെ തകർക്കാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനിമാരും, ഇന്ത്യ വിരുദ്ധരായിട്ടുള്ള ഈ മൂന്ന് മതങ്ങളിലെയും ശക്തികൾ, വിദേശ ഫണ്ട് പറ്റുന്ന ഈ ശക്തികൾ, ഈ രാജ്യത്തെ ഒറ്റിക്കൊടുക്കുന്നതിന് യാതൊരു മനസാക്ഷിയും കുത്തുമില്ലാത്ത ഈ പാർട്ടികൾ എല്ലാം കൂടെ അണിനിരന്നു. ഡൽഹിക്ക് പറന്നും ഇഴഞ്ഞും നിരങ്ങിയും ഒക്കെ അങ്ങ് എത്തി. ആ സന്ദർഭത്തിൽ നമുക്കെന്താ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? വിദേശ ഫണ്ട് പറ്റിക്കൊണ്ടാണ് ഇവരെല്ലാം എത്തിച്ചേരുന്നത് എന്ന്. മാത്രവുമല്ല, അവിടുത്തെ സമരത്തിൽ പങ്കെടുക്കുന്നവർക്കെല്ലാം വളരെ പോഷ് റിച്ച് ഫുഡ് അങ്ങ് വിതരണം ചെയ്യുകയാണ് ഇഷ്ടം പോലെ. അങ്ങനെ ഇത് കണ്ടുകൊണ്ട് പൈസയ്ക്ക് ക്ഷാമമില്ല, ആഹാരത്തിന് ക്ഷാമമില്ല, പ്രശസ്തിക്ക് ഇഷ്ടം പോലെ അവസരം, ഇതെല്ലാം കൂടെ കണ്ട് ധാരാളം ആൾക്കാർ അങ്ങ് ഡൽഹിക്ക് പറന്നു. ഈ സന്ദർഭം നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഭാവിക്കും ഭദ്രതയ്ക്കും വെല്ലുവിളിയാകും എന്ന് മനസ്സിലാക്കിയ മോഡി സർക്കാർ, ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇന്ത്യയെ തകർക്കാൻ നിൽക്കുന്ന വിദേശ ശക്തികളും ശക്തരായി ഉണ്ടെന്ന് മനസ്സിലാക്കിയ മോദിജി ഇവരുടെ നെഞ്ചത്ത് കയറി നിന്ന് ഒരു താണ്ഡവ നൃത്തമാടുകയാണ് ഈ രാജിയിലൂടെ. അവർ വിചാരിച്ചു മോദിജി വളരെ ഗൗരവത്തോടു കൂടി ഞങ്ങൾ അങ്ങനെ രാജിയൊന്നും വെപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കും. ഇവിടുന്നുമെല്ലാം ആളുകളെ കൂട്ടി ഡൽഹിയെ ഒരു നാശകോലാഹലമാക്കി മോദിജിയെ കൊണ്ട് രാജി വെപ്പിക്കാമെന്നുമൊക്കെ ആഗ്രഹിച്ചവരായിരുന്നു. അവർക്കേറ്റൊരു കനത്ത പ്രഹരം. ഇതാണ് മോദിജി ഇവരെ എക്സ്പോസ് ചെയ്തതിന് ശേഷം ഈ കനത്ത പ്രഹരമേൽപ്പിച്ചത്. ഇപ്പോൾ പാറ്റായുമില്ല, വിദേശ ശക്തികളുമില്ല, എല്ലാവരും നിലം പരിശായി സ്ഥലം കാലിയാക്കി ഇന്ത്യയുടെ ആ പഴയ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നു. ആളുകളെ തിരിച്ചറിയാൻ പറ്റിയ ഒരു വലിയ അവസരം മോദിജി ബുദ്ധിപൂർവ്വം ഉപയോഗപ്പെടുത്തി. അതാണ് മോദിജിയുടെ വിജയം.